വിഷയം ലാൻഡ് സ്ലൈഡിംഗ് ആണ്, ഉരുൾപൊട്ടൽ. പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെല്ലാം തന്നെ പ്രകൃതിയുടെ ഒരു പരിണാമത്തിന് വിധേയമാണ്. ഇതൊക്കെ ഒരു ഈക്വിലിബ്രിയം, അതായത് സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രകൃതിപരമായിട്ടുള്ള ഒരു പ്രതിഭാസങ്ങളാണ്. 450 കോടി വർഷത്തെ പഴക്കം ഭൂമിക്കുണ്ട്. ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടായിട്ട് 350 കോടി വർഷത്തിന് ആ സമയത്താണ് ജീവന്റെ ആദ്യ രൂപങ്ങൾ, അതായത് മൈക്രോബ്സുകൾ ഉണ്ടാകുന്നത്. ഏകദേശം 300 കോടി വർഷം ഭൂമിയിൽ ഉണ്ടായിരുന്നത് ഏകകോശ ജീവികൾ മാത്രമായിരുന്നു, സൂക്ഷ്മജീവികൾ മാത്രമാണ്. വൈറസുകൾ ഉണ്ടാവാം. അപ്പം ഭൂമി യഥാർത്ഥത്തിൽ പ്ലാനറ്റ് ഓഫ് ബാക്ടീരിയ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് മനുഷ്യവംശത്തിന്റെ പഴക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിഗോശ ജീവികൾ ഉണ്ടായ ശേഷം വളരെ അടുത്താണ്. അതായത് ഏകദേശം ഒരു 2 ലക്ഷത്തിന്റെ പഴക്കം മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ ഈ 450 കോടി വർഷം മുമ്പേ തന്നെ ഭൂമി രൂപീകരിക്കപ്പെട്ട ആ സമയത്ത് തന്നെ വാതക ഗോളായിരുന്നു. ക്രമേണ തണുത്ത് ഉറഞ്ഞിട്ടാണ് ഭൂമിയുടെ പ്രകൃതി ഉണ്ടാവുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് പരിണാമം കാണാൻ പറ്റും. പരിണാമം എന്ന് പറഞ്ഞ മാറ്റമാണ്, കാലത്തിനനുസരിച്ചുമായിട്ടുള്ള മാറ്റങ്ങൾ. ഭൂമിയുടെ ഉള്ളിലും ഇപ്പോഴും ചുട്ടുപഴുക്കുന്ന ദ്രാവകങ്ങളും വാതകങ്ങളും ഉണ്ട്. പ്രകൃതിവാതകങ്ങൾ ചിലപ്പം വരും. അതുപോലെ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ മാഗ്മ എന്ന് പറഞ്ഞ ഒരു ദ്രാവകം വരും. അതെന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ ഉള്ളിലുള്ള ലോഹഭാഗങ്ങളൊക്കെ ഉരുകി ഒലിച്ചിട്ട് അത് ദുർബലമായ ഒരു സ്ഥലത്ത് തന്നെ പുറത്തേക്ക് തള്ളിയിട്ട് ചീറ്റ് വരുന്നതാണ് അഗ്നിപർവ്വതം എന്ന് പറയുന്നത്. അതിലൂടെ പുറത്തു വരുന്ന സാധനം ഈ ഭൂമിയുടെ ഉള്ളിൽ തിളച്ചു മറിഞ്ഞ് ഇപ്പോഴും മറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സാധനമാണ്. അതൊരു ദുർബലമായ ഏരിയ വരുമ്പോൾ ആ ഏരിയയിലും പുറന്തള്ളുന്നതാണ് അഗ്നിപർവ്വതം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉള്ളിൽ ഇന്നും ചുട്ടുപഴുത്ത് നിൽക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട, ഭൂമിയുടെ മേൽഭാഗമൊക്കെ ആദ്യം വളരെ ഊഷ്മാവൊക്കെ കൂടിയായിരുന്നു. അത് ക്രമേണ തണുത്ത്, വളരെ ക്രമേണ തണുത്തുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇത്തരം മാറ്റത്തും വരും, സന്തുലിതാവസ്ഥ കൈവരിക്കൽ വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഭൂകമ്പമാണെങ്കിലും അഗ്നിപർവ്വത സ്ഫോടനമാണെങ്കിലും ഈ പറയുന്ന ഉരുൾപൊട്ടൽ എല്ലാം. ഇതൊക്കെ ഭൂമിയിൽ മനുഷ്യരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നടക്കുന്ന പ്രതിഭാസമാണ്. മനുഷ്യൻ അതിന്റെ വേഗത കൂട്ടിയോ ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യപരമായ ചില ഇടപെടലുകൾ, അശാസ്ത്രീയമായിട്ടുള്ള മനുഷ്യന്റെ ഇടപെടലുകൾ ഈ ക്രിയയുടെ വേഗം കൂട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ലാൻഡ് സ്ലൈഡിങ്ങിനെ പറ്റി സിമ്പിളായി എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ലഡു എടുക്കുക, ആ ലഡുവിന്റെ മേലെ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുക. ലഡു വെള്ളം കുടിക്കും. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ആ ലഡു എന്ത് സംഭവിക്കും? ഒരു ഭാഗം നനഞ്ഞു കുതിർന്ന് അതിന്റെ കപ്പാസിറ്റിയിൽ കൂടുതൽ വെള്ളം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴുകുന്നത് ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനനുസരിച്ചാണ്. ആ ഭാഗത്തേക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഭൂമി പ്രയോഗിക്കുമ്പോൾ ആ ഭാഗം ഇടിഞ്ഞ് വീഴും. ഇതുപോലെ തന്നെയാണ് മല. ആ മല വെള്ളം കുടിക്കുമ്പോൾ അതിന്റെ കപ്പാസിറ്റി, മലയുടെ ഉള്ളിലുള്ള വെള്ളത്തിന്റെ കപ്പാസിറ്റി നടത്തുന്ന ഒരു തള്ളലാണ്. ഇനി നമ്മൾ ഇത് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഘടകങ്ങൾ നമുക്ക് കാണാം. ഈ ഘടകങ്ങൾ എങ്ങനെയാണ് വീഴുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ സംഭവമാണ് ഇതൊക്കെ. ഘടക് വീഴാനുള്ള കാരണം ഇത് തന്നെയാണ്. മഴവെള്ളം ശക്തമായിട്ട് അതിൽ നിൽക്കുമ്പോൾ കപ്പാസിറ്റിയിൽ കൂടുമ്പോൾ പുറത്തേക്ക് വരുന്ന തള്ളല്, ദ്രാവകത്തിന്റെ സ്വഭാവം നമുക്കറിയാവുന്നതാണ്. ഏറ്റവും താഴ്ന്ന ഭാഗത്തേക്ക് അത് പോകാന്നുള്ളതാണ്. ഏത് ചെരിവുള്ള പ്രദേശമാണെങ്കിലും അവിടെ സ്ലൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഭൂപ്രദേശത്തിന്റെ സ്വഭാവം എന്ന് പറയും, അത് കൂട്ടിയാണ് ചെയ്യുന്നത്. പിന്നെ ആ ഭാഗത്തുള്ള മണ്ണിന്റെ സ്വഭാവം, ചില മണ്ണുകൾ കട്ടികളായിരിക്കാം, ചില മണ്ണുകൾ വളരെ ദുർബലമായിരിക്കാം, ഒട്ടി നിൽക്കാനുള്ള പ്രവണത കുറഞ്ഞ മണ്ണുകൾ. അങ്ങനെയുള്ള മണ്ണുകളുള്ള സ്ഥലത്ത് ഇതിന്റെ സാധ്യത കൂട്ടും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിലധികം ഫാക്ടേഴ്സ് ഉണ്ട്, മൾട്ടി ഫാക്ടേഴ്സ് ആണ് ഇതിലേക്ക് നയിക്കുന്നത്. ഒരു പ്രദേശത്തുള്ള ഡീഫോറസ്റ്റേഷൻ എന്ന് പറയും, അതായത് വനനശീകരണം. ഈ വനനശീകരണം എന്ന് പറഞ്ഞാല് മരങ്ങൾ എന്ന് പറയുന്നത് വേരുകൾ, ആ വേരുകൾ പാറകളിൽ വരെ പിടിച്ചു നിൽക്കുന്ന വേരുകളുണ്ട്. തേക്ക്, ഈട്ടി, മഹാഗണി പോലെയുള്ള മരങ്ങൾക്ക് ശക്തമായ കല്ലുകളിലും പാറകളിലൊക്കെ വേരുറപ്പിച്ച് നിർത്താനുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവ് ഈ പറയുന്ന മണ്ണൊലിപ്പിനെ തടയും. അതായത് മരങ്ങൾ ക്രമാതീതമായി നശിക്കപ്പെട്ടിരുന്നു. ഇനി കാർഷിക വൃത്തിയുടെ ഭാഗമായിട്ട് ഈ വയനാടൻ ചെരിവുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ കാപ്പി, തേയില, ഇഞ്ചി ഇതൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഇത്തരം വിളകള് എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഡീപ്പായിട്ടുള്ള ഒരു റൂട്ട് അതിനില്ല. അതായത് മണ്ണിനെ പിടിച്ചു നിർത്തുന്ന, മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വേരുകളില്ല. അത് മണ്ണിന്റെ പ്രതലങ്ങളിൽ മാത്രം ഒതുങ്ങിയെന്നുകൊണ്ട് നിൽക്കുന്നതാണ്. നേരെ മറിച്ച് ഇതേപോലെയുള്ള വൻ മരങ്ങളാണെങ്കിൽ ഒരു മരം തന്നെ വലിയൊരു ഏരിയനെ, ആ ചുറ്റുമുള്ള ഏരിയനെ തന്നെ വളരെ സ്ട്രോങ് ആക്കിയിട്ട് നിർത്തും. വയനാട്ടിൽ പെയ്ത മഴ ഏകദേശം 48 hours-നുള്ളിൽ 528 ആണ്, 528 മില്ലി മഴയാണ് വരുന്നത്. അത് വളരെ കൂടുതലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെ മലയുണ്ടെങ്കിലും ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള സാധ്യത കൂടുന്നുണ്ട്. ഈ ദുരന്തം വന്നല്ലോ, ഈ ദുരന്തം വന്നതിന് ശേഷം നമ്മൾ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പകരം വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഇപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഭാവത്തിൽ വയനാട്ടിന് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് ഇറക്കാണ്.
പ്രാർത്ഥന യോഗങ്ങൾ എപ്പോൾ നടക്കും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കുകയായിരിക്കും. പ്രാർത്ഥനയല്ല നമുക്ക് വേണ്ടത്, നമുക്ക് പ്രവർത്തനമാണ് വേണ്ടത്. ഒരു ദുരിതം വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രക്ഷാപ്രവർത്തനം മനുഷ്യരുടെ കോൺട്രിബ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കോൺട്രിബ്യൂഷൻ ആണ്. അതിന് ഏത് പരിമിതി ഉണ്ടോ ആ പരിമിതി എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ മൊത്തം പരിമിതിയാണ്. അതായത് ശാസ്ത്രത്തിന്റെ പരിമിതി എന്ന് പറയുന്നത് മാനവരാശിയുടെ മൊത്തം പരിമിതിയാണ്. ശാസ്ത്രത്തിന്റെ സ്വഭാവം പരിമിതികളിൽ നിന്ന് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്നതാണ്. അതായത് ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്ക് പോവുക, ഇന്നത്തെ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യയിൽ പോവുക. ഇന്ന് രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നതുകൊണ്ട് തന്നെ ടെക്നോളജി ചിലപ്പോൾ ഉണ്ടാവും. നമ്മുടെ രാജ്യത്തിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ചിലപ്പോൾ ആ ടെക്നോളജിക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല. ടെക്നോളജി പലതും ഉണ്ടാവാം. എങ്കിൽ തന്നെ ഈ ടെക്നോളജിയുടെ പരിമിതി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒരു കാലത്ത് കഴിയാത്തത് ഇന്ന് ടെക്നോളജി മറികടന്നു. ടെക്നോളജി ഫാസ്റ്റിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അതിന്റെ ആവശ്യകതക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ മാറി മാറി പോവുകയാണ്. ടെക്നോളജി വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ശാസ്ത്രത്തിന്റെ പരിമിതി എന്ന് പറഞ്ഞിട്ട് ഇതിനെയൊക്കെ കളിയാക്കുന്ന ആൾക്കാർ അവർ മനസ്സിലാക്കേണ്ടത് ഈ ശാസ്ത്രത്തിന്റെ പരിമിതി എന്ന് പറയുന്നത് ഈ മാനവരാശിയുടെ മൊത്തം പരിമിതിയാണ്. ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് നമുക്കറിയാം ശാസ്ത്രത്തിനെ എല്ലാവരും നോക്കിയിരുന്നു. എല്ലാ പള്ളിയിലും മൊയിലാന്മാരും പൂജാരിമാരൊക്കെ ശാസ്ത്രത്തിന്റെ വാക്സിൻ എടുക്കാൻ വേണ്ടി ഓട്ടായിരുന്നു. ഇങ്ങനെയും തടിയുടെ ടെസ്റ്റ് കണ്ടേ. അപ്പൊ ആ രീതിയിൽ ശാസ്ത്രത്തിന്റെ വില ശാസ്ത്രത്തിനുണ്ട് എന്നതാണ്. അപ്പോൾ ശാസ്ത്രത്തിന്റെ പരിമിതി മനുഷ്യരാശിയുടെ മൊത്തം പരിമിതിയാണ്. പകരം ഉയർത്തിക്കിടിക്കുന്ന വിശ്വാസങ്ങളോ ഇതിനെ ഒന്നിനെന്തിനെ അഭിസംബോധന ചെയ്യാൻ പറ്റാത്തത്. ഇവരൊക്കെ വിശ്വാസ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ ഇന്നും പറയുന്നത് എന്താണ്? പ്രാർത്ഥിക്കൂ എന്നാണ് പറയുന്നത്. ഇവിടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പ്രായോഗികമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. JCB കൊണ്ടുവന്നു. അതൊക്കെ ആധുനിക ടെക്നോളജിന്റെ ഭാഗമാണ്. മനുഷ്യനൊക്കെ 500 ആൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു മിഷൻ കൃത്യമായി ചെയ്യുന്ന രീതിയിലേക്ക് എത്തും. പരിമിതി മാത്രമല്ല സാഹചര്യങ്ങളും പ്രശ്നമാണ്. ഇപ്പൊ ഒരു മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു കുടുങ്ങിപ്പോയ ഒരാൾ, ഒരു ചെറിയൊരു ഗുഹ പോലത്തെ കുടുങ്ങിപ്പോയി എന്നായിരിക്കാം, കുറച്ച് വായു ഒക്കെ കിട്ടുന്നുണ്ട്. അയാളെ JCBയുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ തുരന്നെടുക്കുമ്പോൾ ചിലപ്പോൾ അയാളെ അടക്കം തുറന്നു പോകും. അവിടെ കൃത്യമായിട്ട് കണ്ടെത്താൻ വേണ്ടി അല്ലെങ്കിൽ ഏകദേശം റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് മനുഷ്യൻ തന്നെ എടുക്കേണ്ടി വരും. ആ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ എവിടെ ഉണ്ടായിട്ടുണ്ട്. സാഹചര്യത്തിന്റെ പരിമിതിയാണിത്. മനുഷ്യനെ ഇങ്ങനെ കംപ്ലീറ്റ് ആഴത്തിൽ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഇങ്ങനെ കോരിയെടുക്കാനും പറ്റില്ലല്ലോ. അവിടെ മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ശരീരങ്ങൾ 2 ഭാഗങ്ങളായി മാറുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ദൈവം എന്നുള്ളൊരു സാധനത്തിൽ നമ്മൾ അങ്ങ് വിട്ടേക്കുക. ഈ സമയത്തൊക്കെ നമ്മൾ പ്രകൃതിയിൽ ആസൂത്രണം തന്നെ എടുത്തു നോക്കിയാൽ എങ്ങനെയുണ്ട്? ദൈവം കാരുണ്യവാനാണ്. ഇതൊക്കെ പരീക്ഷണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്ത് പരീക്ഷണം? സർവ്വജ്ഞാനിയാണ് ദൈവം എങ്കിൽ എന്തിനാണ് ദൈവം പരീക്ഷിക്കേണ്ടത്? സർവ്വജ്ഞാനി എന്ന വാക്കിന്റെ അർത്ഥം എല്ലാം അറിയുന്നവൻ, എനിക്കെല്ലാം അറിയാം. എന്നിട്ട് പഴം മുന്നിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തിന്നുവന്ന് ഞാൻ പരീക്ഷിക്കേണ്ട കാര്യമുണ്ട്? ഞാൻ സർവ്വജ്ഞാനിയാണെങ്കിൽ എല്ലാം എനിക്കറിയുന്നതല്ലേ? ഇനി ദൈവത്തിന്റെ ഡിസൈൻ എങ്ങനെയാണ്? കാരുണ്യവാനാണെന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ ഭക്ഷ്യശൃംഖല മാത്രം എടുത്തു നോക്കിയാൽ മതി. ഭക്ഷ്യശൃംഖലയിൽ ഒന്നിനെ കൊന്നു തിന്നാതെ ഒരൊറ്റ ജീവിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. പുല്ലിന് പുൽച്ചാടിയെ തിന്നാൻ, തവളേനെ പാമ്പ് തിന്നണം, കീരി, അങ്ങനെ കൊല്ലുന്ന രീതിയിൽ ഒരു കാരുണ്യവാനായ ദൈവം ഉണ്ടാക്കുക. ഇനി കരയെടുത്തു കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ 4ൽ 1 ഭാഗമാണ് കര. ഈ കരയിൽ തന്നെ മനുഷ്യന് വാസം ആയിരിക്കുന്നത് ഏകദേശം 5% താഴെയാണ്. ഈ ഉള്ള സ്ഥലത്ത് തന്നെ ഭൂകമ്പം, ഇതേപോലെയുള്ള പേമാരി, ഉരുൾപൊട്ടല്, മനുഷ്യൻ നിൽക്കാൻ പറ്റുന്നില്ല. പോരാഞ്ഞിട്ട് രോഗങ്ങളും. ഇതൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ആ ദൈവത്തിനെ എതിർക്കും. കാരണം അതൊരു സാമൂഹ്യ തിന്മയാണ്. ആ ദൈവം മനുഷ്യ വിരുദ്ധമായിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് വിരുദ്ധമാണ്. ആ ദൈവം ഉണ്ടെങ്കിൽ തന്നെ, ദൈവം ഇല്ല അതും വേറെ വിഷയം. നിങ്ങൾ പറയുന്ന പോലെ ഉണ്ടെങ്കിൽ, ഇതൊക്കെ ദൈവമാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ ആ ദൈവത്തെ ആദ്യം എതിർത്തുകൊണ്ടാണ് നമുക്ക് മനുഷ്യനായി ജീവിക്കാൻ പറ്റുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്.